ഞെട്ടിക്കുന്ന തെളിവുകളാണ് പുറത്തേക്ക് വരുന്നത്. കഴിഞ്ഞ ദിവസം MDMA പിടിയിലായ എറണാകുളത്തെയും 2 ആളുകൾ, ആ ആളുകളുടെ ചിത്രം വി ഡി സതീശനൊപ്പം ചിത്രമുണ്ട്. അപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഈ പറയുന്ന MDMA കച്ചോട എന്ന് പറഞ്ഞ ആളുകളുടെ ചില ഞെട്ടിക്കുന്ന തെളിവുകൾ പുറത്തേക്ക് വരുന്നുണ്ട്. തെളിവുകൾ മറ്റൊന്നുമല്ല, ഈ പറഞ്ഞ ആളുകളുണ്ടല്ലോ, ഏത് മുഖ്യമന്ത്രിയുടെ ആഫീസിൽ എന്ന് പറഞ്ഞ ആളുകൾ, ഇവരുടെ ആഫീസിൽ നടക്കുന്നത് നമ്മളെയൊക്കെ ഞെട്ടിക്കുന്ന സംഭവങ്ങളാണ്. ഈ പറയുന്ന മെസ്സിയെ കൊണ്ടുവരാൻ 126 കോടി രൂപ നൽകിയത് പോലും എന്താണ്, മയക്കുമരുന്ന് കച്ചവടത്തിൻ്റെ ബാക്കി പത്രമാണെന്നാണ് പറയുന്നത്. റിപ്പോർട്ടർ TV-യിൽ ഒന്നടങ്കം വലിയ രീതിയിലുള്ള ഈ ലഹരി മാഫിയയുടെ കണ്ണികളാണ് എന്നാണ് പറയുന്നത്. ഈ പ്രതികൾക്ക് റിപ്പോർട്ടർ TV-യുടെ എഡിറ്റർ ഇൻ കൺസൾട്ടൻറ്റ് അല്ലേ, അങ്ങനെ എന്തോ ഒരു പൊസിഷൻ അല്ലേ, എന്ത് പൊസിഷനാണെങ്കിലും ആ മൊട്ട അരുണുമായിട്ട് വലിയ ബന്ധങ്ങളുണ്ട് എന്നതിൻ്റെ തെളിവുകൾ പുറത്തേക്ക് വരിക. വലിയ ബന്ധങ്ങളുണ്ട് എന്ന് മാത്രമല്ല, ഈ റിപ്പോർട്ടർ TV-യിലെ മൊട്ട അരുണും ഈ പറയുന്ന പ്രതികളുമായിട്ട് പല കാര്യങ്ങളിലും ഒരുമിച്ച് പ്രവർത്തനം നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന ആളുകൾ, പ്രതികൾ, ഐ ആം നോട്ട് അലോൺ ഇൻ ദിസ് ഫൈറ്റ് എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഞങ്ങളൊക്കെ ഒരുമിച്ചുണ്ട് എന്ന് റിപ്പോർട്ടർ TV-യിലെ മൊട്ട അരുണിൻ്റെ ചിത്രം വച്ചുകൊണ്ട് പറയുന്നു. ഞങ്ങളൊക്കെ ഒരുമിച്ചാണ്, ഞങ്ങളൊന്നും ഒറ്റക്കൊറ്റക്കല്ല പോരാടുന്നത്, പണിയെടുക്കുന്നത് ഒറ്റക്കൊറ്റക്കല്ല, ഞങ്ങൾ ഒരുമിച്ച് ഒരു ടീമായി ആണ് പണിയെടുക്കുന്നത്, പ്രവർത്തിക്കുന്നത്. ശരിയാ, ഇപ്പോഴാണ് ഇതൊക്കെ പുറത്തേക്ക് വരുന്നത്, തെളിവുകൾ പുറത്തേക്ക് വരുന്നത് ഇപ്പോഴാണല്ലോ. അതല്ലെങ്കിലും എനിക്ക് നേരത്തെ ഈ സംശയം ഉണ്ടായിരുന്നതാ. അതിൻ്റെ ഈ കഴിഞ്ഞ 2025 അവസാനത്തോടു കൂടി റിപ്പോർട്ടർ TV-യിലെ ഒരു സ്റ്റാഫായിരുന്ന ഒരു യുവതി, ആ യുവതി ചില കാര്യങ്ങൾ സമൂഹത്തിന് മുന്നിൽ വന്നിട്ട് അവർ വിളിച്ചു പറഞ്ഞു. അപ്പോൾ ആ വിളിച്ചു പറഞ്ഞപ്പോൾ ഇതൊക്കെ എങ്ങനെയാ ഒരു ന്യൂസ് റൂമിനകത്ത് ഇതൊക്കെ എങ്ങനെയാ സംഭവിക്കുന്നത് എന്നുള്ള ഒരു സംശയമുണ്ടായിരുന്നു അല്ലേ. ന്യൂസ് റൂമിനകത്ത്, സ്റ്റുഡിയോ റൂമിനകത്ത് വെച്ചുകൊണ്ട് ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നു, ഇതൊക്കെ അങ്ങനത്തെ ഒരു ഇടം നമ്മൾ ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ അവിടെ ഉണ്ടാവുമോ, ഇത്തരം ക്രൂരതയൊക്കെ അവിടെ ഉണ്ടാവുമോ എന്ന് ചിന്തിച്ചിടത്ത് നിന്ന് അതിനുള്ള ആൻസർ കിട്ടിയത് ഇപ്പോഴാണ്. എന്ന് പറഞ്ഞാൽ ഒരു 5-8 മാസം കഴിഞ്ഞപ്പോഴാണ് അതിനുള്ള മറുപടി ലഭിച്ചത്. വെറുതെ അല്ല, ആ യുവതിക്ക് അങ്ങനെ ഒരു ദുരനുഭവം ഉണ്ടാകാനുണ്ടായ കാരണം, അങ്ങനെ ഒരു ക്രൂരത നേരിടേണ്ടി വന്ന സാഹചര്യം അത് വെറുതെ ആയിരുന്നില്ല. കാരണം അവിടെ ഈ കിട്ടുന്നതൊക്കെ വലിച്ചു കയറ്റി ഇരിക്കുന്ന ആളുകളാ, ഇതിൻ്റെയൊക്കെ പിൻബലത്തിലാണ്, ഇതിൻ്റെയൊക്കെ ഒരു എനർജി കിട്ടാൻ വേണ്ടിയിട്ടാണെന്നാണ് പറയുന്നത്. ഇവർക്ക് ഇതൊക്കെ കയറിക്കഴിഞ്ഞാലാണ് ഒരു എനർജി ഉണ്ടാവുള്ളൂ, ഇതൊക്കെ കയറിക്കഴിയുമ്പോഴാണ് ഈ ക്രിയേറ്റിവിറ്റി വരുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ക്രിയേറ്റിവിറ്റിക്ക് വേണ്ടി ഇതൊക്കെ വലിച്ചു കയറ്റിയിട്ടാണ് ഇവരുടെ ആഫീസിൽ തന്നെ പണിയെടുക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്താണെങ്കിലും ഈ പ്രതികളിൽ അബ്ദുൽ സലാം എന്ന് പറയുന്ന വ്യക്തി, ആ അബ്ദുൽ സലാം ഈ പറയുന്ന മൊട്ട അരുണുമായിട്ട് വളരെ ക്ലോസ് ബന്ധമുള്ള ആളാണെന്നാണ് പറഞ്ഞത്. സ്വാഭാവികമായിട്ടും ഉണ്ടാവും. അപ്പോൾ ഈ കണക്ഷൻ ഇപ്പോഴാണ് ആ ഒരു കണക്ടിവിറ്റി റെഡിയായത്. ഇപ്പോൾ ഇത്രയും ദിവസം ഇങ്ങനെ ആലോചിച്ചു, ഇത് എന്താ അങ്ങനെ സംഭവിക്കണം, അങ്ങനെയൊന്നും സംഭവിക്കാൻ പാടില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ഒരു കണക്ടിവിറ്റി ഇപ്പോഴാണ് കൈകളിലേക്ക് കിട്ടിയത് എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഈ മൊട്ട അരുണ് ഈ പരിപാടി അതിൻ്റെ ഉള്ളിൽ നടത്തുന്നുണ്ടെങ്കിൽ കാട്ടുകള്ളം വീരപ്പൻ്റെ സമ്മതവും എല്ലാ പിന്തുണയും അതിനുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പം ഇവിടെ ഒരു കാര്യം കൂടി ചിന്തിക്കേണ്ടതുണ്ട്. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അപ്പോൾ 126 കോടി അർജൻറ്റീനക്ക് നൽകി എന്ന് പറഞ്ഞ ആളുകൾ, ഈ 126 കോടി എവിടുന്നാ? 126 കോടി രൂപയുടെ സോഴ്സ് എവിടുന്നാ? അത്രയും വലിയ പണം. എന്നിട്ട് ആൻഡോ പറഞ്ഞത് എന്താ? 126 കോടി പോവാണെ പോട്ടെ, ഞാൻ അങ്ങോട്ട് സഹിച്ചു.
അപ്പം 126 കോടി രൂപ പോയോ ഇല്ലേ എന്നുള്ളത് മറ്റൊരു വിഷയം. അത് പോവാണെങ്കിൽ പോട്ടെ, ഞാൻ അങ്ങോട്ട് സഹിച്ചു എന്ന് പറയണമെങ്കിൽ ചില്ലറ കച്ചവടം എന്നല്ല നടക്കുന്നത്, കച്ചവടം ചെറുതൊന്നല്ല. അപ്പോൾ അവിടെ എന്തൊക്കെയുണ്ട്? അവിടെ ഹവാല മണിയുണ്ട്, മയക്കുമരുന്ന് മാഫിയുണ്ട്, അങ്ങനെ പലതുമുണ്ട്. അല്ലാതൊന്നും ഇങ്ങനെ ഒരു പണം, ഇത്ര വലിയ ഒരു ഫണ്ട് റൈസ് ചെയ്യാൻ പറ്റൂല. ഇത്രയും വലിയൊരു ഫണ്ട് റൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ഇത്തരത്തിൽ അനധികൃതമായിട്ട്, അവിഹിതമായിട്ട്, മയക്കുമരുന്ന് മാഫിയയുടെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ കൊട്ടേഷൻ ടീമിൻ്റെ ഭാഗമായിട്ട് ഒക്കെ ഉണ്ടാക്കിയെടുത്തതാണ്, അല്ലെങ്കിൽ പലരെയും ബ്ലാക്ക് മെയിൽ ചെയ്ത് ഉണ്ടാക്കിയെടുത്തതാണ് എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ ബ്ലാക്ക് മെയിലിങ്ങിൽ നിന്നും ലഹരി മാഫിയയിൽ നിന്നും ഒക്കെ സമ്പാദിച്ച പണമാണ് ഈ 126 കോടി പോയിരിക്കുന്നത്, അല്ലേ? അപ്പോൾ മുഖ്യമന്ത്രിയുടെ ആഫീസിൽ ഇതുണ്ടെങ്കിൽ ഫോട്ടോ ഉള്ള എല്ലാവരുടെ കൂടെ ആഫീസിലും ഇത് ഉണ്ടാവണമല്ലോ. എന്നാലും മൊട്ടൻ്റെ ആഫീസിലും ഇതുണ്ട് എന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചനകൾ അല്ലെങ്കിൽ ചില തെളിവുകൾ പുറത്തേക്ക് വരുന്നുണ്ട്. കൊള്ളാം, എന്തായാലും ഉഷാറായിട്ടുണ്ട്, അല്ലേ? ഇപ്പം ഞാനിങ്ങനെ ഇത് പറയുമ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുന്നത്, ഇത് ഗോവിന്ദനാണല്ലോ ഇത് പറഞ്ഞത്. ഗോവിന്ദൻ പറയുന്നു, മൊട്ട ഏറ്റുപിടിക്കുന്നു. അപ്പോൾ ഗോവിന്ദൻ പറഞ്ഞ ഈ സംഭവം മുഖ്യമന്ത്രിയുടെ ആഫീസിൽ ഈ പരിപാടിയാണ് എന്ന് പറഞ്ഞ സംഭവം, ആ സംഭവത്തിൽ ഞാൻ ചോദിക്കുന്നത്, കഴിഞ്ഞ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ്റെ ആഫീസിൻ്റെ ഡോറ് തുറക്കുക അടക്കം ചെയ്തിരുന്നത് പി ശശിയാണ് എന്ന് പറഞ്ഞാൽ സെക്യൂരിറ്റിക്കാരനല്ല കേട്ടോ. ശശിയാണ് തീരുമാനമെടുത്തത് ആര് കയറണം ആര് കയറരുത്, ആർക്കൊക്കെ കാണാം ആർക്കൊക്കെ കാണാൻ പറ്റരുത് എന്ന് തീരുമാനിച്ചത് ശശിയാണ്. ശശി അവിടെ ഉണ്ടാകുമ്പോൾ, ശശി തീരുമാനിച്ച് ആളുകളെ കയറ്റിയപ്പോൾ എന്തായിരുന്നു ആ ആഫീസിനുള്ളിൽ നടന്നത്? ശശി ആരാണെന്ന് ഞാൻ പറയണ്ടല്ലോ, പി ശശി എങ്ങനെ മുഖ്യമന്ത്രിയുടെ ആഫീസിൽ എത്തിയെന്നും ഞാൻ പറയണ്ടല്ലോ. അപ്പോൾ ആ ശശി ഇത് തീരുമാനിച്ചിരുന്നെങ്കിൽ എങ്ങനെയാണ് അവിടെ ആ മുഖ്യമന്ത്രിയുടെ ആഫീസിൽ എന്ത് നടന്നു? കാരണം ശശിക്കെതിരെയുള്ളത് കണ്ണൂർ ജില്ലാ കമ്മിറ്റി ആഫീസിൽ നടന്ന കാര്യങ്ങളാണ്. CPM-ൻ്റെ കണ്ണൂർ ജില്ലാ കമ്മിറ്റി ആഫീസിൽ വനിതാ നേതാവിന് അങ്ങനെ പലർക്കും അനുഭവിക്കേണ്ടി വന്ന ദുരിതങ്ങൾ, അക്രമങ്ങൾ ഒക്കെയാണ്. അപ്പോൾ ആ ശശി മുഖ്യമന്ത്രിയുടെ ആഫീസിൽ അവിടെ നടത്തിയ അതേ പരിപാടി തന്നെയായിരുന്ന മുഖ്യമന്ത്രിയുടെ ആഫീസിൽ ശശി നടത്തിക്കൊണ്ടിരുന്നത്. അങ്ങനെയുണ്ടല്ലോ. ഈ മുഖ്യമന്ത്രിയുടെ ആഫീസിൽ ഒരു ചാർജുമില്ലാത്ത ഒരു വ്യക്തി മുഖ്യമന്ത്രിയുടെ കൂടെ ഒരു ഫോട്ടോ, ഒന്നല്ല ഒന്നിലധികം ഫോട്ടോ ഉണ്ടെന്നതിൻ്റെ പേരിൽ മുഖ്യമന്ത്രിയുടെ ആഫീസിൽ ഇതാണ് പണിയെന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ ആഫീസിൻ്റെ ഇൻചാർജ് ആയിരുന്ന വ്യക്തി. ഇൻചാർജ് എന്ന് പറഞ്ഞാൽ അല്ല, മുഖ്യമന്ത്രിക്കാളും മുകളിൽ, പിണറായി വിജയനേക്കാളും മുകളിൽ, പിണറായി വിജയനെ, ആ കസേരയിലിരിക്കുന്ന പിണറായി വിജയനെ ആര് കാണണമെന്ന് തീരുമാനിച്ചിരുന്ന ശശി മുഖ്യമന്ത്രിയുടെ ആഫീസിൽ എന്ത് പണിയാണ് എടുത്തുകൊണ്ടിരുന്നത്? അവിടെ വല്ല ഷൂട്ടിങ്ങും ആയിരുന്നോ നടന്നുകൊണ്ടിരുന്നത്? അറിയണമല്ലോ, പൊതുസമൂഹത്തിന് ഇതൊക്കെ അറിയണം. ഗോവിന്ദൻ മറുപടി പറയണം, വേണ്ടേ? ഗോവിന്ദൻ മറുപടി പറയണ്ടേ? ഗോവിന്ദൻ പറയണം, ഗോവിന്ദനാണ് പറയേണ്ടത്. അപ്പം എന്താണെങ്കിലും ഈ അറസ്റ്റിലായ വ്യക്തികളിൽ അബ്ദുൽ സലാം എന്ന് പറയുന്ന ചങ്ങാതി, ഈ അബ്ദുൽ സലാമിന് മൊട്ട അരുണുമായിട്ടും വലിയ ബന്ധങ്ങളുണ്ട്. റിപ്പോർട്ടർ TV-യുമായിട്ട് അഗാധ ബന്ധമുണ്ട് എന്ന് മാത്രമല്ല, റിപ്പോർട്ടർ TV-യിലെ ചില കാര്യങ്ങളിൽ, അവിടെ നടക്കുന്ന സ്റ്റുഡിയോയിൽ നടക്കുന്ന, സ്റ്റുഡിയോ ബിൽഡിങ്ങിൽ നടക്കുന്ന ചില കാര്യങ്ങളിൽ വലിയ രീതിയിൽ പങ്ക് ഈ പറയുന്ന അബ്ദുൽ സലാമിന് ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൻ്റെ ദൃശ്യങ്ങൾ ഓരോന്നായി പുറത്തേക്ക് വരുന്നുണ്ട്. ഇനിയും വരുന്ന മണിക്കൂറുകളിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റുകൾ പുറത്തേക്ക് വരുന്നതാണ്. അപ്പോൾ ഒറ്റ കാര്യമേ ഉള്ളൂ, കൊക്കിന് വെച്ചത് ചക്കിന് കൊണ്ടു എന്ന് നമ്മൾ പറയാറില്ലേ? അതുപോലെയാണ് ഇപ്പോഴത്തെ അവസ്ഥ. സതീശനിട്ട് വെച്ചത് അരുണിനും ഈ പറയുന്ന ഗോവിന്ദനും മുഹമ്മദ് റിയാസിനും ആൻഡോയ്ക്കും. ഇത് എവിടെ നിന്ന് തുടങ്ങിയെന്ന് ചോദിച്ചാൽ, ഈ മെസ്സിയെ കൊണ്ടുവരും എന്ന് പറഞ്ഞിടത്ത് നിന്ന് തുടങ്ങി.
അതിന് പിന്നിൽ നടന്ന കൊള്ള എന്ന് പറഞ്ഞാൽ ഹവാല മണി വെളുപ്പിക്കൽ. ആ വെളുപ്പിക്കൽ പുറം ലോകത്തേക്ക് വന്നത് മുതൽ ഇവർ കരച്ചിൽ തുടങ്ങിയിട്ടുണ്ട്. ആര്? റിപ്പോർട്ടർ ടി വിയിലെ കൃമികീടങ്ങൾ കരച്ചിൽ തുടങ്ങിയിട്ടുണ്ട്. ആ കരച്ചിലാണ് ഇവരെയൊക്കെ വല്ലാതെ അസ്വസ്ഥരാക്കുന്നത്. ഇവർ ആ ഒരു റിപ്പോർട്ട്, കായിക വകുപ്പിൻ്റെ റിപ്പോർട്ട്, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി വി ഡി സതീശൻ്റെ മുന്നിലേക്ക് വന്ന റിപ്പോർട്ട്, ആ റിപ്പോർട്ട് വന്നത് മുതൽ ഇവരൊക്കെ വലിയ അസ്വസ്ഥരാണ്. കാരണം എന്താ? ഇതിൻ്റെ പിന്നിൽ റിപ്പോർട്ടർ ടി വി മാത്രമല്ല, ഇതിൻ്റെ പിന്നിൽ റിപ്പോർട്ടർ ടി വി ഉണ്ട്, അന്ത്രുമാനുണ്ട്, അന്ത്രുമാൻ്റെ തമ്പുരാൻ പിണറായി വിജയനുണ്ട്, പിന്നെ പല ആളുകളുമുണ്ട്. 126 കോടി കൊടുത്തത് ഇനിയിപ്പോൾ അതിൻ്റെ സോഴ്സുകളിലേക്കുള്ള അന്വേഷണം പോവുകയാണ്. എവിടെ നിന്ന് 126 കോടിയിൽ ആ 126 കോടിയുടെ വിശദാംശങ്ങൾ പുറത്തേക്ക് വരും. അപ്പോൾ ആ വരുമ്പോൾ ഈ 126 കോടിയിൽ ആൻഡ്രോയിഡത് എത്ര കോടി ആൻഡ്രോയിഡതുണ്ട്, റിപ്പോർട്ടർ ടി വിയുടേതുണ്ട്, എത്ര കോടി ബാക്കിയുള്ളവരതുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാകും. അപ്പോൾ വളരെ കൃത്യമായിട്ട് ക്ലിയർ ആവും കാര്യങ്ങൾ. അപ്പോൾ അതാണ് ഇവരെയൊക്കെ ഇത്രമാത്രം അസ്വസ്ഥപ്പെടുത്തുന്ന കാര്യം എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഈ പ്രതികൾ, സതീശൻ ഇന്നലെ കൃത്യമായിട്ട് പറഞ്ഞു, ഇവരെ എനിക്കറിയാം, ഞാൻ ഇവരുടെ കൂടെ വീട്ടിൽ പോയിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും അദ്ദേഹം പറഞ്ഞു. അപ്പം ഇതുപോലെ ഈ പറയുന്ന അരുണുമായിട്ട് എന്താ ബന്ധം? ഇപ്പം ഇവരൊക്കെ യൂത്ത് കോൺഗ്രസ്സുകാരായിരുന്നു എന്നുള്ള രീതിയിലാണ് സതീശനുമായിട്ട് ബന്ധം സ്ഥാപിച്ചത്, അല്ലെങ്കിൽ സതീശനുമായിട്ട് പരിചയപ്പെട്ടത്, അല്ലേ? ഈ മൊട്ട അരുണുമായിട്ട് ഇവറ്റകൾക്ക് എന്താ ബന്ധം? ഏത് രീതിയിലാണ്? കണക്ഷൻ്റെ ഒരു റൂട്ട് അതേത് വഴിയാ? അപ്പോൾ സതീശൻ എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ നേതാവ്, പ്രതിപക്ഷ നേതാവായിരുന്ന വ്യക്തി, ഇപ്പം മുഖ്യമന്ത്രിയായിരിക്കുന്ന വ്യക്തി, കോൺഗ്രസിൻ്റെ ഒരു വലിയ നേതാവ്, ആ രീതിയിൽ യൂത്ത് കോൺഗ്രസ് ആരാണെന്ന പേരിൽ അവരുമായിട്ട് ബന്ധം സ്ഥാപിച്ചു എന്ന് കരുതാം. എന്നാൽ ഈ മൊട്ട അരുണുമായിട്ട് ഏതർത്ഥത്തിലാണ് ബന്ധമുള്ളത്? ഏത് രീതിയാണ് മൊട്ട അരുണുമായി ബന്ധിപ്പിക്കുന്ന ഒരു കണക്ഷൻ ഏതെങ്കിലും വേണമല്ലോ. വെറുതെ കണക്റ്റഡ് ആവില്ലല്ലോ, എന്തെങ്കിലും ഒരു ബന്ധം ഉണ്ടാകണമല്ലോ. എന്താണ് ആ ബന്ധം? ആ ബന്ധമാണ് ഞാൻ ഈ പറഞ്ഞ ബന്ധം. റിപ്പോർട്ടർ ടി വിയുടെ ആഫീസിലടക്കം ഈ പറയുന്ന ലഹരി മാഫിയയുടെ പൂണ്ട് വിളയാട്ടമാണ് നടക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓപ്പറേഷൻ തൂഫാന് ഒന്ന് റിപ്പോർട്ടർ ടി വിയുടെ സ്റ്റുഡിയോയിലേക്കും വ്യാപിപ്പിക്കണം എന്നുള്ളതാണ് എൻ്റെ ആവശ്യമെന്ന് പറയുന്നത്.